ചേച്ചി, ഈ ആശാ വർക്കർമാരെ ഒഴിവാക്കിക്കൊണ്ട് ജൂനിയർ ഹെൽത്ത് ആക്ടിവിസ്റ്റുകളെ നിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ NHM ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതിനോട് ആശാ വർക്കർമാരുടെ നിലപാട് എന്താണ്? നമ്മളവർ NHM ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവരൊരു പരിശീലനം കൊടുക്കുന്നു 1500 പേർക്ക്. എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവരെന്ത് വിശദീകരണം നൽകിയാലും ഇത് നമ്മുടെ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3-ാം തീയതി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നിയമസഭാ മാർച്ചിലേക്ക് വൻതോതിൽ ആശാ വർക്കർമാർ വന്ന് ചേരുമെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. എല്ലാ ജില്ലകളിലും ജില്ലാതലങ്ങളിൽ പ്രാദേശിക തലങ്ങളിലെല്ലാം സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3-ാം തീയതി നമ്മളിവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതനുസരിച്ച് നമ്മുടെ മഹാസംഗമത്തിൽ വന്നതിൻ്റെ ഇരട്ടി ആശമാർ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഭയന്നിട്ടാണ് അവരിപ്പോൾ ഇങ്ങനെ. കാരണം ആദ്യമേ NHM ഡയറക്ടറേറ്റ് ഇറക്കിയൊരു സർക്കുലറുണ്ട്, അതും വകവയ്ക്കാതെയാണ് ആശാവർക്കർമാർ ഈ സമരമായിട്ട് പോകുന്നത് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ വീണ്ടും ഒരാൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യമേ ഒരു കണക്കെടുപ്പ് നടത്തിയതിൻ്റെ കണക്കാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഈ സമരത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയാനുള്ള കണക്കെടുപ്പ് നടത്തിയാണ്. ആളെത്ര ഉണ്ടെന്ന് നോക്കാതെ നമ്മൾ പറയുന്നതിനകത്ത് ന്യായയുക്തതയല്ലേ നോക്കേണ്ടത്, ഡിമാൻഡ് ചർച്ച ചെയ്യല്ലേ വേണ്ടുന്നത്. അത് ചർച്ച ചെയ്ത് എന്താണ് അവർ സെറ്റിൽമെൻറ്റ് ഫോർമുല ഉണ്ടാക്കാത്തത്? നമുക്ക് ഒരാളെ അട്ടിമറിക്കാനും ഭരണം മറിക്കാനും ഉള്ള ശേഷിയുള്ളവരൊന്നും അല്ല നമ്മൾ, വെറും സാധാരണക്കാരായ സ്ത്രീകളാണ്. ഇവരിങ്ങനെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് എത്ര നാൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? സെറ്റിൽ ചെയ്യട്ടെ, സമരം സെറ്റിൽ ചെയ്യട്ടെ, അതാണ് നമുക്ക് പറയാനുള്ളത്. എന്ത് കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഞങ്ങളിവിടെ അടിയുറച്ച് നിൽക്കും. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. പിന്നെ അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്കെതിരെ ചെയ്യട്ടെ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.